ഡൽഹിയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ബലാത്സംഗത്തിനിരയാക്കിയ കേസിൽ 2 പേർ അറസ്റ്റിൽ. ഡൽഹിയിലെ നരേലയിൽ വെച്ചാണ് ബലാത്സംഗം നടന്നത്. ഒരു സ്വകാര്യ സ്വിമ്മിംഗ് പൂളിൽ നീന്തൽ പഠിക്കാൻ പോയ 9ഉം 12ഉം വയസ്സും പ്രായമുള്ള പെൺകുട്ടികളാണ് പീഡനത്തിന് ഇരയായത്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായിട്ട്. അർജുൻ, ഇതെങ്ങനെയാണ് സംഭവം അറിയുന്നത്? ആരൊക്കെയാണ് പ്രതികൾ? എവിടെ നിന്നാണ് ഇവരെ പിടികൂടിയത്? ഈ 2 പെൺകുട്ടികളിൽ ഒരാളുടെ അമ്മ പോലീസിൽ പരാതി നൽകി. പിന്നാലെ ഈ പെൺകുട്ടികളുടെ മൊഴിയും രേഖപ്പെടുത്തിയതോടെയാണ് സംഭവം പുറത്തറിയുന്നതും. കഴിഞ്ഞ ദിവസം തന്നെ 2 പ്രതികളെ, സുനിൽ കുമാർ, മുനിൽ എന്ന് പറയുന്ന 2 പ്രതികൾ, ഒരാൾ ഉത്തർപ്രദേശ് സ്വദേശിയും ഒരാൾ ബീഹാർ സ്വദേശിയുമാണ്. 2 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യലെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ബലാത്സംഗം സംഭവിക്കുന്നത് ഓഗസ്റ്റ് ആദ്യവാരമാണ്. നരയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു സ്വകാര്യ നീന്തൽക്കുളം, ആ നീന്തൽക്കുളം പണിത് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ മാത്രമല്ല ആളുകൾക്ക് തുറന്നു കൊടുത്തിട്ടുമില്ല. പക്ഷേ സ്ഥിരമായി ആളുകൾ ഇത്തരത്തിൽ അനുവാദമൊന്നുമില്ലാതെ നീന്തൽ പഠിക്കാനും നീന്താനൊക്കെ വേണ്ടി വരികയായിരുന്നു. അതുപോലെയാണ് ഈ 2 പെൺകുട്ടികളും, 9ഉം 12ഉം വയസ്സ് പ്രായമുള്ള പെൺകുട്ടികൾ ഒരു വൈകുന്നേരം അവിടേക്ക് എത്തിയത്. ആ നീന്തൽക്കുളത്തിന്റെ മേൽനോട്ട ചുമതലയുള്ള ഒരു കെയർ ടേക്കറാണ് ഈ സുനിൽ കുമാർ. അയാളുടെ സുഹൃത്തും അവിടുത്തെ സഹായിയുമാണ് രണ്ടാമത് അറസ്റ്റിലായിട്ടുള്ള മുനിൽ. ഇവർ 2 പേരും പെൺകുട്ടികളെ സമീപത്തെ ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഭീഷണിപ്പെടുത്തിയാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. അവിടെ വെച്ച് ബലാത്സംഗത്തിന് ഇരയാക്കി. മാത്രമല്ല, പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലുമെന്നുള്ള ഭീഷണിയും ഈ 2 പെൺകുട്ടികൾക്കുമെതിരെ ഈ പ്രതികൾ മുഴക്കിയിരുന്നു. അതുകൊണ്ടാണ് ആദ്യം പരാതിപ്പെടാനെല്ലാം തന്നെ പെൺകുട്ടികൾ ഭയപ്പെട്ടത്. പക്ഷേ ഒരാൾ അമ്മയോട് കാര്യം പറയുന്നു. അമ്മയാണ് പിന്നീട് പോലീസിൽ പരാതി നൽകിയത്. മെഡിക്കൽ പരിശോധന അടക്കം ഈ പെൺകുട്ടികളുടെ 2 പേരുടെയും പൂർത്തിയാക്കിയിട്ടുണ്ട്. മറ്റ് പ്രതികൾക്ക് ഇപ്പോൾ എന്തായാലും പങ്കില്ല എന്നാണ് പോലീസ് അറിയിക്കുന്നത്. 2 പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2 പേരെയും വിശദമായി തന്നെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരി, അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്.